ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സിങ് വീഡിയോ എന്നല്ല, നമ്മൾ മീൻ വളർത്തുമ്പോൾ മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെള്ളം എങ്ങനത്തെ യൂസ് ചെയ്യണമെന്ന്. അപ്പോൾ എല്ലാവർക്കും കിണർ വെള്ളം അതുപോലെ ഒന്നും അവൈലബിൾ ആയിരിക്കില്ല ടൗണിലിരിക്കുന്നവർക്ക്. അപ്പോൾ ടാപ്പിൽ നിന്നായിരിക്കും വെള്ളം വരിക, പിന്നെ ബോർവെല്ലും ഡാമിൽ നിന്നൊക്കെ വെള്ളം വരുന്നത്. അപ്പോൾ ക്ലോറിൻ ഒരുപാട് മിക്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ നല്ല വെള്ളം ആയിരിക്കില്ല മീൻ വളർത്തുമ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വെള്ളത്തെ നമ്മൾ എങ്ങനെ കണ്ടീഷൻ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു തരുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ മീൻ വളർത്താൻ വേണ്ടി എടുക്കുന്ന വെള്ളം നമ്മളൊരു ഈ ഡബ്ബിൽ ആവശ്യത്തിന് കൂടുതൽ കുറച്ച് ഒഴിച്ചിട്ട്, അതുപോലെ തന്നെ പുറത്ത് തന്നെ വെക്കുകയും വേണം. വെയിൽ ഡയറക്റ്റായിട്ട് കൊള്ളാനും പാടില്ല, എന്നാൽ പുറത്ത് വെക്കുകയും വേണം. അതുപോലെ മഴയും കൊള്ളാൻ പാടില്ല. ഒരു സൈഡിലോ സൺസൈഡിലൊക്കെ ആയിട്ട് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നും. കാരണം കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. വെള്ളമൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ആവശ്യത്തിന് ഉപ്പ് ഇടണം. ഒത്തിരി ഉപ്പും കൂടുതലാവാനും പാടില്ല, എന്നാൽ കുറയാനും പാടില്ല. ഒരു മീഡിയം ഉപ്പ്, ആ വെള്ളത്തിന് ആവശ്യമുള്ള ഒരു മീഡിയം ഉപ്പ് ഇടണം നമ്മൾ. ഇപ്പം നമ്മൾ എടുത്തു വെച്ച വെള്ളത്തിൻ്റെ കണ്ടീഷൻ നോക്കിയാൽ മനസ്സിലാവും, അത്യാവശ്യം കലങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 ദിവസം കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കാണുമ്പോഴേ നമുക്ക് ഇതിൻ്റെയും അതിൻ്റെയും കൂടെ കമ്പാരിസൺ മനസ്സിലാവുള്ളൂ, എത്ര ക്ലിയർ ആയിരിക്കുന്നത്. അപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ടുള്ള നമ്മൾ വെള്ളത്തിൻ്റെ കണ്ടീഷനാണ്. ഞങ്ങളിവിടെ അക്വേറിയത്തിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് യൂസ് ചെയ്യാറില്ല. അല്ലാതെ ടാങ്കിലൊക്കെ ഇടുവാണെങ്കിൽ ഡയറക്റ്റായിട്ട് എടുക്കും. കാരണം കിണർ വെള്ളം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, അതിന് വലിയ പ്രശ്നം തോന്നാറില്ല. കിണറിൽ ഓൾറെഡി മീനുണ്ട്, അതിനും വലിയ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. മെയിൻലി ഇത് ശ്രദ്ധിക്കുന്നത് ടൗണിലിരിക്കുന്നവരൊക്കെ, അവിടെയാണ് കൂടുതൽ വെള്ളം ക്ലോറിൻ മിക്സ് ആയിട്ടൊക്കെ വരിക. അപ്പോൾ പെട്ടെന്ന് മീനൊക്കെ ചാവാനുള്ള ഇതുണ്ടാവും, കാരണം അത്രയും കെമിക്കൽ മിക്സ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അവർക്കായിരിക്കും കൂടുതൽ ഈ വീഡിയോ യൂസ്ഡ് ആവുക. മീൻ വളർത്തുന്നതൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് കണ്ടീഷൻ ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ വെള്ളം കുറച്ചും കൂടെ പ്യുവർ ആയിരിക്കും, മീനും കുറച്ചും നല്ലതായിരിക്കും അത്. ഇങ്ങനെ ആകുമ്പോൾ തന്നെ വെള്ളത്തിൽ പ്രത്യേകിച്ച് കെമിക്കൽ കാര്യങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മീനൊക്കെ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരും. പിന്നെ ഒരു കാര്യം ഇതിൽ ശ്രദ്ധിക്കണം, നമ്മൾ വെള്ളം എടുത്ത് വെച്ച വെള്ളം കലങ്ങാതെ എടുക്കണം. മേലെ സൂക്ഷിച്ച് വെച്ച വെള്ളം മാത്രം മേലിൽ മാത്രം എടുക്കാൻ പാടില്ല, അടിയിൽ ഓവർ എടുക്കാൻ പാടില്ല. അപ്പോൾ അതാണ് കുറച്ചും കൂടെ നമുക്ക് തെളിഞ്ഞ് കിടക്കുന്ന വെള്ളം നമുക്ക് മീൻ കുറച്ചും കൂടെ നല്ലതായിരിക്കുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും എത്ര ക്ലിയർ ആണ് വെള്ളം എന്ന്. അതിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു പൊടിയോ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര വൃത്തിയായി കിടക്കുന്നുണ്ട് വെള്ളം. അക്വേറിയത്തിലേക്ക് ഇന്ന മീനാകുമ്പോൾ അതിന് യഥാർത്ഥ ഭംഗി വരും, നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അതിൻ്റെ ഫുള്ളായി കാണുമ്പോൾ. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളുള്ള വീഡിയോ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയ്ക്ക് കാണാം. ബൈ.